അലക്സാണ്ടർ ചക്രവർത്തിയുടെ അച്ഛനും മാസിഡോണിയയിലെ രാജാവുമായിരുന്ന ഫിലിപ്പ് രണ്ടാമന്റെ ചിത്രമാണിത്. തലയോട്ടിയും ശില്പങ്ങളും വിവരണങ്ങളും വെച്ച് രൂപകൽപ്പന ചെയ്തെടുത്തതാണ്. ഇടഞ്ഞു നിന്ന ഏതൻസിനെയും തീബ്സിനെയും കീഴടക്കി ഗ്രീക്ക് സ്റ്റേറ്റുകളെ ഏകീകരിപ്പിച്ച് ലീഗ് ഓഫ് കൊറിന്ത് അഥവാ ഗ്രീക്ക് ഫെഡറേഷൻ ഉണ്ടാക്കി അദ്ദേഹം. അവരുടെ എക്കാലത്തെയും വലിയ ശത്രുക്കളായ പേർഷ്യയെ ആക്രമിക്കാൻ തയ്യാറെടുത്ത ഫിലിപ്പ് രാജാവിനെ സ്വന്തം അംഗരക്ഷകൻ തന്നെ കൊലപ്പെടുത്തുകയായിരുന്നു. അതിന്റെ ബാക്കി അലക്സാണ്ടർ ആണ് പൂർത്തിയാക്കിയത്. മറ്റ് ഗ്രീക്ക് സ്റ്റേറ്റുകളെല്ലാം വരുതിക്ക് വന്നെങ്കിലും സ്പാർട്ടയെ മെരുക്കാൻ മാത്രം ഫിലിപ്പിന് കഴിഞ്ഞിരുന്നില്ല. തന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്ക് സ്പാർട്ട അതേ രീതിയിൽ മറുപടി പറഞ്ഞപ്പോൾ ഫിലിപ്പ് ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തു. ഈ യുദ്ധത്തിൽ ജയിച്ചാൽ നിങ്ങൾ എന്നും എൻ്റെ അടിമകളായിരിക്കും. നിങ്ങളുടെ വീടുകളും കൃഷിയിടങ്ങളും ഞാൻ നശിപ്പിക്കും. എതിർക്കുന്നവരെയെല്ലാം കൊന്ന് സ്പാർട്ട നഗരത്തിന് ഞാൻ തീവെക്കും. ഇത്ര രൂക്ഷമായി ഭീഷണി മുഴക്കിയിട്ടും ഫിലിപ്പിന്റെ കയ്യിലെ സൈന്യത്തിന്റെ വലുപ്പം അറിഞ്ഞിട്ടും അതിന് ഒറ്റ വാക്കിലാണ് അന്ന് സ്പാർട്ടൻസ് മറുപടി അയച്ചത്: ജയിച്ചാൽ. ആ ഒറ്റ ഡയലോഗിൽ നിന്നറിയാം സ്പാർട്ടൻസിന്റെ ധീരത. വെറുതെയാണോ 300 മെൻ ഓഫ് സ്പാർട്ടൻസ് പോലൊരു മാസ് ഹോളിവുഡ് പടം അവരെ കുറിച്ച് ഇറക്കിയത്? ഫിലിപ്പ് മാത്രമല്ല, അന്ന് അറിയപ്പെട്ട ലോകത്തിന്റെ നല്ലൊരു ഭാഗവും തന്നെ കീഴടക്കിയ അദ്ദേഹത്തിന്റെ മകൻ അലക്സാണ്ടർ ചക്രവർത്തി പോലും സ്പാർട്ടയ്ക്ക് മേൽ കൈവച്ചിട്ടില്ല എന്നതാണ് ചരിത്രം.